Hi. First of all, thank you so much for your warm responses. 2231 downloads something ഇപ്പോൾ ആയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഗോയിങ് സൂപ്പർ ഫ്രീക്വൻ്റ്ലി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആൻഡ് ഇഷ്ടം പോലെ പോസിറ്റീവ് റെസ്പോൺസസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡേ ബൈ ഡേ ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ 30 ന്യൂ അൾട്ടിമേറ്റ് ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ആൻഡ് ഈ വീഡിയോന് രണ്ട് ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന് ഈ താങ്ക്സ് പറയാന്നുള്ളത്, രണ്ട് ഇത് എങ്ങനെ ഈ ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ഒക്കെ എങ്ങനെ നമുക്ക് VN വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒരേപോലെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടതല്ലേ ഇഷ്ടം പോലെ പോസിറ്റീവ് റെസ്പോൺസസ്. അപ്പം ഡൗൺലോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതായത് എങ്ങനെ ലൈറ്റ് റൂം പ്രീസെറ്റിനും VN ലെറ്റാക്കി യൂസ് ചെയ്യാന്ന്. ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രീസെറ്റ് എന്ന് പറയും, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സാധനത്തിന് പ്രീസെറ്റ് എന്ന് പറയും, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സംഭവത്തിന് നമ്മൾ ലെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പ്രീസെറ്റ് എങ്ങനെ ലെറ്റാക്കി മാറ്റാം, എന്നിട്ട് നമ്മൾ VN വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്, സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഓൾ ഗുഡ്. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷനിനകത്ത് നിങ്ങൾക്കൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഫോട്ടോ ഡൗൺലോഡിന് എന്തെങ്കിലും ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ നോക്കിയെന്ന് വെച്ചാൽ താഴെ മനസ്സിലാവും. അതിനകത്ത് ഫോട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു PNG ഫയലായിരിക്കും. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറിക്ക് അത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ വൺസ് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരുമാതിരി ഫുൾ കളർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഫുൾ വലിച്ചടിച്ച് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, കണ്ടില്ലേ, സൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബും. ഓക്കെ, ഈ സംഭവമാണ് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ വൺസ് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതിനകത്തുള്ള ഓൾ ഫോട്ടോസ് ഉണ്ടല്ലോ അതിനകത്ത് കയറാം. ഓക്കെ, ആൻഡ് താഴെ നിന്ന് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഐക്കൺ ടച്ച് ഫ്രം ക്യാമറ റോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ ആയതുകൊണ്ട് ക്യാമറ റോൾ, ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ ഓപ്പൺ ഫ്രം ഗാലറി എന്ന് സംതിങ് വരും. ഓക്കെ, അപ്പോൾ ഗാലറിയിൽ നിന്ന് സാധനം എടുക്കുക ആൻഡ് ലൈറ്റ് റൂമിൽ കൊണ്ടുവരിക, മുകളിൽ ടിക്ക് കൊടുക്കുക, ബൂം, സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഇത് കാണാൻ പറ്റും. ആൻഡ് സാധനം അവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് എടുക്കും. ഇപ്പോൾ നമ്മുടെ തന്നെ അർബൻ ലൈറ്റ്സ് എന്നുള്ളൊരു പ്രീസെറ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ എടുത്തിട്ട് മുകളിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് കോപ്പി സെറ്റിംഗ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോപ്പ്, മാസ്കിങ്, ജിയോമെട്രി ഈ 3 സാധനം ഓഫാക്കി വെക്കുക. ബാക്കി എല്ലാത്തിനും ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിന് ടിക്ക് കൊടുക്കാത്തത്. ഓക്കെ, അങ്ങനെ ചെയ്യണം. എന്നാലേ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് മുകളിൽ ടിക്ക് കൊടുക്കുക. ബും, സെറ്റിംഗ്സ് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് നിന്ന് ബാക്ക് വരിക. അതിന് നമ്മുടെ ഈ സാധനം എടുക്കുക. ഇതിനകത്ത് മുകളിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് പേസ്റ്റ് സെറ്റിംഗ്സ് എന്ന് കൊടുക്കുക. അപ്പം സെറ്റിംഗ്സ് പേസ്റ്റ് എന്ന് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം, ഇതിനകത്ത് പ്രീസെറ്റ് അപ്ലൈ ആയിട്ടുണ്ട് ഈ ഫുൾ കളർഫുൾ ആയിട്ടുള്ള സംഭവത്തിനകത്ത്. മനസ്സിലായില്ലേ? ഓക്കെ, ആൻഡ് ഈ സാധനത്തിന് നമുക്ക് നേരെ നമ്മുടെ ഗാലറിക്കകത്ത് സേവ് ചെയ്യാം. എക്സ്പോർട്ട് ടു ക്യാമറ റോൾ എന്ന് കൊടുത്തു. ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഗാലറിയിൽ നിന്നൊക്കെ ഉണ്ടാവും. ദിസ് ഫോട്ടോ വാസ് സക്സസ്ഫുള്ളി എക്സ്പോർട്ടർ, അതായത് ക്യാമറ റോളിനകത്ത് സേവ് ആയി പോയിട്ടുണ്ട് സാധനം. ഓക്കെ, മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിനകത്ത് വീണ്ടും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇമേജ് കൺവേർട്ടർ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. അതായത് ഇതിപ്പം JPG ഫോമാറ്റാണ് നമ്മുടെ ഗാലറിക്കകത്ത് പോയിട്ടുള്ളത്. ഇതിന് നമുക്ക് വീണ്ടും PNG ഫോമാറ്റിലേക്ക് തന്നെ തിരിച്ച് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ചെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സംഭവം കിട്ടും. പച്ച കളറിലുള്ള ഒരു സൈറ്റിലേക്ക് എത്തും. ഓക്കെ, ഇവിടെ നമുക്ക് ചൂസ് ഫയലുണ്ട്, അതിൽ കൊടുക്കുക, ഫോട്ടോ ലൈബ്രറി കൊടുക്കുക. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ എന്തൊക്കെ പറയില്ല കേട്ടോ, ഞാൻ നിർത്തി പറച്ചില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ എന്നുള്ളൊരു പറച്ചിൽ. നമ്മളിപ്പോൾ സേവ് ആക്കിയ ഫോട്ടോ ഉണ്ടല്ലോ, പ്രീസെറ്റ് അപ്ലൈ ചെയ്ത ഫോട്ടോ, ആ ഫോട്ടോയിൽ ടച്ച് ചെയ്യുക, ആഡ് കൊടുക്കുക. അപ്പം ഈ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. താഴെ ഇനീഷ്യലൈസിങ് അപ്ലോഡിംഗ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആവുകയെന്ന് മനസ്സിലായി. അതിൻ്റെ ഇവിടെ വൺസ് അപ്ലോഡ് ഫുള്ളായി എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് എന്നുണ്ട്. സ്റ്റാർട്ട് കൊടുത്തെന്ന് വെച്ചാൽ അത് കൺവേർട്ട് ആവണം സംഭവം കാണിക്കണം. പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ, വൺസ് പ്രോസസ്സ് ആയെന്ന് വെച്ചാൽ ഡൗൺലോഡ് സിപ്പ് ഫയൽ എന്നുണ്ട്. ഡൗൺലോഡ് മാത്രം കൊടുക്കുക, ഡൗൺലോഡ് സിപ്പ് ഫയലല്ല, ഡൗൺലോഡ്. ഓക്കെ, ഡൗൺലോഡ് കൊടുത്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡു യു വാണ്ട് ടു ഡൗൺലോഡ് എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്, യെസ്, അപ്പോൾ സാധനം ഡൗൺലോഡായി. ആകെ കുറച്ച് സൈസ് ഉണ്ടാവുള്ളൂ, 60-70 KB സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൈറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. വീണ്ടും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു സൈറ്റും പാടെ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റ് ഉണ്ടാക്കാനുള്ള സൈറ്റാണ്. ഓക്കെ, ആ സൈറ്റിനകത്ത് കയറിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ചിലർക്ക് ലോഗിൻ സ്ക്രീൻ വരും, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണ്ട. ആ മുകളിൽ ക്രോസ് കൊടുത്താൽ ഇതിങ്ങനെ എത്തും. ഓക്കെ, ഇതിനകത്ത് അപ്ലോഡ് എഡിറ്റഡ് PNG എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ടച്ച് ചെയ്യാം. ഫോട്ടോ ലൈബ്രറി, അതായത് ഗാലറി വിൻഡോ ഓപ്പൺ ആവും. ആൻഡ് ഇപ്പം നമ്മൾ സേവ് ആക്കിയ ഫോട്ടോ അവിടെ കിടക്കണ്ട, അത് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് സാധനം. ചൂസ് എന്ന് കൊടുത്തു. ആൻഡ് താഴെ നമ്മുടെ ഇപ്പോൾ സേവ് ആക്കിയ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് താഴെ ജനറേറ്റ് ലെറ്റ് എന്നുണ്ട്. ജനറേറ്റ് ലെറ്റ് കൊടുത്തെന്ന് വെച്ചാൽ അവർ അതിനെ ലെറ്റാക്കി മാറ്റും. ഡു യു വാണ്ട് ടു ഡൗൺലോഡ്? ഓക്കെ, ലെറ്റാക്കി മാറ്റിയിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ പേര് ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ .cube ഫയലാണ് ലെറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സാധനം ഇപ്പോൾ ഡൗൺലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ iOS ചെറുതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ് ആവേണ്ടത് സാധനം ഡൗൺലോഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ വൺസ് നമ്മുടെ ലെറ്റ് ഡൗൺലോഡ് ആയിക്കാണെങ്കിൽ നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്, VN വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിനകത്താണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് ഒരു ആഡ് ഉണ്ടാകും, കാര്യമാക്കേണ്ട. സെൻറ്ററിൽ പ്ലസിൽ ടച്ച് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ലെറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വീഡിയോ ടച്ച് ചെയ്യാൻ താഴെ ആരോ മാർക്ക് കൊടുക്കുന്ന സാധനം ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ചെയ്തതെന്ന് വെച്ചോ. ഓക്കെ, ആൻഡ് ഈ വീഡിയോയിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ താഴെ ഫിൽറ്റർ എന്നുണ്ടാകും. ഫിൽറ്ററിൽ കൊടുത്താൽ ഏറ്റവും ഫ്രണ്ടിൽ ഒരു പ്ലസ് എന്നുണ്ടാകും, ആഡ് എന്നുള്ളത്. ഓക്കെ, അതിൽ കൊടുക്കുക. ആൻഡ് എങ്ങനെയൊക്കെയാണോ ഓക്കെ കൊടുക്കുക.
ഇമ്പോർട്ട് ഫ്രം ഫയൽസ് ആപ്പ് എന്നാണ് എൻ്റെ വരിക. ആൻഡ്രോയിഡിൽ ചിലപ്പോൾ ഓപ്പൺ ഫ്രം ഗാലറി എന്നോ ഫയൽ മാനേജർ എന്നോ സംതിങ് വരും. ഓക്കെ, കൊടുക്കുക. ആൻഡ് ഇതാണ് ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ ഓർ ഫോർ സംഭവം. അതാണ് ഞാനിപ്പം ലെറ്റാക്കി ഡൗൺലോഡ് ചെയ്ത സാധനം. ഞാൻ ടച്ച് ചെയ്തു. അപ്പം നിങ്ങളുടെ കയ്യിലും ഏറെക്കുറെ ഇതേ പേര് തന്നെ വരും, ഓൺലൈൻ ലെറ്റ് ക്രിയേറ്റർ എന്നുള്ളത്. അതെവിടെ സേവ് ചെയ്യേണ്ടത് ചോദിക്കണം. symates പ്രീസെറ്റ് ഓൾറെഡി ഒരു ഫോൾഡർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനകത്ത് തന്നെ സേവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ഇതാണ് നമ്മുടെ ലെറ്റ് ആഫ്റ്റർ. ഓക്കെ, പൊളിയായിട്ടില്ലേ? ആൻഡ് ഇതിന് നമുക്ക് ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. അത് എത്ര പകുതി വേണമെങ്കിൽ വെക്കാം, മുക്കാലാക്കാം, ഫുള്ളാക്കാം. ഓക്കെ, എത്ര വേണം നമുക്ക് യൂസ് ചെയ്തിട്ട് വെക്കാം, അതിനനുസരിച്ചാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൈറ്റ് പ്രീസെറ്റിനെ VN ലെറ്റാക്കി മാറ്റിയിട്ട് ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യുന്ന സംഭവത്തിനെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫോട്ടോ എത്രത്തോളം അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് വീഡിയോസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊളിയല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇത് ജസ്റ്റ് വൺ ഓഫ് ദ പ്രീസെറ്റ് ആണ്. 33 പ്രീസെറ്റിൽ ഒന്നാണ്, ബാക്കി 32 ഇനിയും ഉണ്ട് ഇതുപോലെ ചെയ്യാനായിട്ട്. സോ വലിയ അടിപൊളി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും സിമ്പിളായിട്ട് പൊടി സംഭവങ്ങൾ ഇതിനകത്തുള്ള പ്രീസെറ്റ് വെച്ചിട്ടാണെങ്കിലും ലെറ്റ് വെച്ചിട്ടാണെങ്കിലും ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഫോട്ടോ എടുക്കാൻ അതേ സംഭവം വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ? ഓൾ ഗുഡ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്.